ദിസ് ഇസ് ലാസ്റ്റ് തേഴ്സ്ഡേ മോർണിംഗ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഉച്ചയിൽ വെയിലടിക്കണതിന് മുന്നേ തന്നെ ഞാൻ എണീറ്റു. അതുകൊണ്ട് ഇന്ന് കടൽ ഓഫ് ദി ഡേയും എടുക്കാൻ പറ്റി. ഫ്രിഡ്ജിലിരുന്ന ചൂരമീൻ എടുത്ത് ഒരു 4 കഷ്ണം വറുക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. കറിക്കുള്ളതിൽ 2-3 തുള്ളി വിനാഗിരി ഒഴിച്ചിട്ട് അതും അങ്ങ് മാറ്റി വെച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ആ മുഷിപ്പ് മണം കുറച്ച് കുറഞ്ഞിരിക്കും കേട്ടോ. അപ്പോഴേ കരി അങ്ങ് തിളച്ചിരുന്നു. എന്താണ് ഇത്ര സ്പീഡിൽ രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലൂന് ഇന്നൊരു ഫോളോ അപ്പ് ചെക്കപ്പ് ഉണ്ട് മെഡിസിറ്റിയിൽ. 10 മണിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നത്. ഞാനൊരു 7:30 ആയപ്പോൾ ഇന്ന് എണീറ്റിട്ടുണ്ട്. പോകുന്നതിന് മുമ്പേ ചോറും കറികളും ഒക്കെ റെഡിയാക്കണം. ഈ ഒരു സ്റ്റീൽ പാൻ നമ്മുടെ കിച്ചണിലെ പുതിയ അഡീഷൻ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പല റിവ്യൂസിലും കണ്ടത് ഇതിന്റെ ഹാൻഡിൽ പെട്ടെന്ന് ചൂടാവും എന്നാണ്. പക്ഷേ അവിയൽ വെച്ച് കഴിഞ്ഞ് അതമ്മേ പിടിച്ചപ്പോഴും എനിക്കത് അത്ര ചൂടായിട്ട് തോന്നിയില്ല. ഈ ഒരു ലിഡ് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. കറിക്കായിട്ട് കറിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ചു. അതെല്ലാം പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും 3-4 കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞപ്പൊടി, ഇത്തിരി പെപ്പർ പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കൊടംപുളി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്നതിന്റെ വെള്ളവും ആ കൊടംപുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കറി അങ്ങനെ പളപള തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും കൂടെ ചേർത്ത് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഫ്രിഡ്ജിലിരുന്ന കുറച്ച് തേങ്ങ എടുത്ത് 2 ചുവന്നുള്ളിയും, ഒരു കാന്താരി മുളകും, ഇത്തിരി ജീരകവും, ഒരല്ലി വെളുത്തുള്ളിയും, 2 പച്ചമുളകും ഇട്ട് ഞാൻ അവിയലിനങ്ങ് അരച്ചെടുത്തു. മീൻകറിയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പായിട്ട് കുറച്ച് ഉലുവ പൗഡറും കൂടെ ഞാൻ അതിന് മീതെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യണതിന് തൊട്ട് മുന്നേ ഇത്തിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അവിയലും റെഡി. മീൻ അങ്ങോട്ട് വറുക്കാനിട്ടിട്ട് മിക്സിയുടെ ജാറും ആ ഗ്രീൻ സ്ട്രെയിനറും പിന്നെ നമ്മുടെ മീൻ ഇരുന്ന ബോക്സും ഒക്കെ കൂടെ കഴുകി അങ്ങ് ഉണക്കാനായിട്ട് വെച്ചു. നിലൂന് ബ്രേക്ക്ഫാസ്റ്റിന് റവ കാച്ചി കൊടുക്കാമെന്ന് കരുതി. അതാകുമ്പോൾ ഫില്ലിംഗ് ആയിരിക്കുമല്ലോ. കുക്കൂന് ചപ്പാത്തിയും ജാമും പിന്നെ ഒരു ഗ്ലാസ് പാലും ഒക്കെ റെഡിയാക്കി വെച്ചു. ഇനി 2 പേരെ ഉണർത്തി റെഡിയാക്കി ഹോസ്പിറ്റലിലേക്ക് പോകണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.